സുലൈമാനി പേര് തന്നെ ഒരു വൈബ് ഉണ്ടല്ലേ. അതേപോലെ തന്നെ കേട്ടോ കടൻ്റെ ഉള്ളിലും കയറിയ നമ്മളൊന്നും ഇങ്ങനെ നോക്കി നിൽക്കും. അത്ര ഭംഗി കേട്ടോ ഉള്ളിൽ കാണാൻ. അപ്പം ഞങ്ങൾ സ്റ്റാർട്ടേഴ്സ് വെച്ച് തുടങ്ങി. പാൽക്കൊഞ്ചും കല്ലുമ്മക്കായ ഡ്രൈ ഫ്രൈ കേട്ടോ പറഞ്ഞത്. രണ്ടും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പാൽക്കൊഞ്ച് 10/10. ആ ഒരു പാലിൻ്റെ ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കല്ലുമ്മക്കായ ഡ്രൈ ഫ്രൈയും അടിപൊളി. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ ഡ്രൈ ഫ്രൈ ആയിട്ട് ട്രൈ ചെയ്യുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അതിൻ്റെ പൊടി പോലും ബാക്കി വെക്കാതെ ഫുള്ളായിട്ട് കഴിച്ച് തീർത്തിക്കണം കേട്ടോ. മെയിൻ കോഴ്സായിട്ട് മട്ടൻ മന്തി ട്രൈ ചെയ്തു. നല്ല ഫ്ലേവറുള്ള റൈസ് ആയിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മട്ടനും ആ ഒരു മട്ടന്മ അതിൻ്റെ ഒരു മസാല കോട്ടിങ്ങൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അതിൻ്റെ ശേഷം പിന്നെ നല്ല പൊറാട്ടയും ഷവായും ട്രൈ ചെയ്തു. പൊറോട്ടയൊക്കെ അവിടെ ഫ്രഷ് ആയിട്ട് അപ്പം ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ തന്നെ നല്ല ചൂടോടുകൂടി കഴിക്കുക. പിന്നെ ഷവായിൻ്റെ ചിക്കനൊക്കെ നല്ല കുക്കായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ. ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഇന്ന് മുതൽ അവിടെ നല്ല അടിപൊളി ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞാനവരുടെ താറാവ് സ്റ്റ്യൂവും നല്ല അപ്പം കഴിച്ചു കേട്ടോ. താറാവ് സ്റ്റ്യൂ ഒന്നും പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് നല്ലൊരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നല്ല എല്ലും കപ്പയും താറാവ് റോസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ലാസ്റ്റായിട്ട് 1-2 ഡ്രിങ്കും കൂടെ ട്രൈ ചെയ്തു കേട്ടോ. നോമ്പിനി ഒരു കണ്ണൂർ കോക്ടെയിൽ വൈറലായിരുന്നല്ലോ, അതുകൊണ്ട് അതും പിന്നെ ഒരു മൊയ്റ്റോയും പിന്നെ ഒരു ഓറഞ്ച് സ്പൈസി ഡ്രിങ്കും കുടിച്ചിട്ടോ. അത് മുളകൊക്കെ ഇട്ട് അടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.